وَهَذَا كِتَابٌ أَنزَلْنَاهُ مُبَارَكٌ مُصَدِّقُ الَّذِي بَيْنَ يَدَيْهِ وَلِتُنذِرَ أُمَّ الْقُرَى وَمَنْ حَوْلَهَا وَالَّذِينَ يُؤْمِنُونَ بِالْآخِرَةِ يُؤْمِنُونَ بِهِ وَهُمْ عَلَى صَلَاتِهِمْ يُحَافِظُونَ. ആ വേദം പോലെ തന്നെ നാം ഇറക്കിയ വേദമാകുന്നു ഇത്. വളരെ ഉത്തമവും അനുഗ്രഹീതവുമായ വേദം ഇതിനു മുമ്പ് ആഗതമായിട്ടുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാകുന്നു. മക്കയാകുന്ന ഈ കേന്ദ്ര നഗരത്തിലും അതിന്റെ ചുറ്റിലുമുള്ളവരെ നീ താക്കീത് ചെയ്യുന്നതിനു വേണ്ടിയുമാകുന്നു ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. പരലോകത്തിൽ വിശ്വാസമുള്ളവർ ഈ വേദത്തിൽ വിശ്വസിക്കുന്നു. അവർ തങ്ങളുടെ നമസ്കാരങ്ങളിൽ നിഷ്ഠയുള്ളവരാകുന്നു. ഒന്നാമത്തെ തെളിവ് മനുഷ്യന് ദൈവവചനം അവതരിച്ചിട്ടുമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ളതായിരുന്നു. രണ്ടാമത്തേത് മുഹമ്മദ് നബിക്ക് അവതരിച്ച ഗ്രന്ഥം ദൈവവാക്യമാണ് എന്നതിനുള്ള തെളിവും. ഇത് സ്ഥാപിക്കാനായി 4 സാക്ഷ്യങ്ങളാണ് അല്ലാഹു ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. 1. ഈ ഗ്രന്ഥം അനുഗ്രഹീതമാണ്, അതായത് മനുഷ്യന്റെ ക്ഷേമത്തിനും മോക്ഷത്തിനും വേണ്ടിയുള്ള ഉത്തമ തത്വങ്ങൾ ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. സുബദ്ധമായ ആദർശവിശ്വാസങ്ങൾ, നന്മയിലേക്ക് പ്രോത്സാഹനം, ഉത്കൃഷ്ടധർമ്മങ്ങൾ, പരിശുദ്ധ ജീവിതം നയിക്കാനുള്ള മാർഗദർശനങ്ങൾ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ സത്യവേദ പുസ്തകങ്ങളിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള അജ്ഞത, സ്വാർത്ഥം, സങ്കുചിത വീക്ഷണം തുടങ്ങിയ ദൂഷ്യങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധമാണിത്. 2. ദൈവത്തിങ്കൽ നിന്ന് മുമ്പ് അവതരിച്ച മാർഗദർശക പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗദർശനം ഇതുന്നയിക്കുന്നില്ല. മറിച്ച് ആ പ്രമാണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമെന്ന് അംഗീകരിക്കുകയും സ്ഥിരീകരിക്കുകയുമാണ് ചെയ്യുന്നത്. 3. ഓരോ കാലഘട്ടത്തിൽ ദൈവം അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളുടെ ലക്ഷ്യവും ഇതിന്റെ ലക്ഷ്യവും ഒന്നാണ്. ബോധശൂന്യരെ തട്ടിയുണർത്തുകയും അധർമ്മത്തിന്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്യുകയുമാണത്. 4. ദുനിയാ പൂജകരും ദേഹേച്ഛകളുടെ അടിമകളുമല്ല ഈ ഗ്രന്ഥത്തിന്റെ ആഹ്വാനം സ്വീകരിച്ച് സംഘടിച്ചിരിക്കുന്നത്. മറിച്ച് ഐഹിക ജീവിതത്തിന്റെ ഇടുങ്ങിയ 4 അതിരുകൾക്കപ്പുറത്തേക്ക് നോക്കുന്നവരും ദൈവഭക്തി കൊണ്ട് മറ്റു മനുഷ്യർക്കിടയിൽ വേർതിരിഞ്ഞു കാണുമാറ് സ്വജീവിതത്തിൽ പ്രകടമായ പരിവർത്തനം വന്നിട്ടുള്ളവരുമായ സജ്ജനങ്ങളാണ്. വ്യാജവാദിയായ വല്ലവനും സ്വയം ഒരു ഗ്രന്ഥം ചമച്ചുണ്ടാക്കി അത് ദൈവത്തിന്റേതാണെന്ന് ജൽപ്പിക്കുകയാണെങ്കിൽ ആ ഗ്രന്ഥത്തിന് പ്രസ്തുത ഫലങ്ങളും സവിശേഷതകളും ഉണ്ടാവുക സാധ്യമാണോ? وَمَنْ أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا أَوْ قَالَ أُوحِيَ إِلَيَّ وَلَمْ يُوحَ إِلَيْهِ شَيْءٌ وَمَنْ قَالَ سَأُنْزِلُ مِثْلَ مَا أَنزَلَ اللَّهُ وَلَوْ تَرَى إِذِ الظَّالِمُونَ فِي غَمَرَاتِ الْمَوْتِ وَالْمَلَائِكَةُ باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമയ്ക്കുന്നവനേക്കാൾ, അല്ലെങ്കിൽ തനിക്ക് ഒരു ദിവ്യസന്ദേശവും ലഭിച്ചിട്ടില്ലാതിരിക്കെ എനിക്ക് ദിവ്യസന്ദേശം ലഭിച്ചിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവനേക്കാൾ, അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ചതിനെതിരിൽ അതുപോലുള്ളത് താനും അവതരിപ്പിച്ചു കാണിക്കുമെന്ന് വീമ്പിളക്കുന്നവനേക്കാൾ ധിക്കാരിയായവൻ ആരുണ്ട്? കഷ്ടം! ധിക്കാരികൾ മരണവെപ്രാളം അനുഭവിക്കുകയും മലക്കുകൾ കരങ്ങൾ നീട്ടിക്കൊണ്ട് നിങ്ങളുടെ ജീവനെ പുറത്തേക്ക് വിടൂ, അള്ളാഹുവിന്റെ പേരിൽ ആരോപിച്ചുകൊണ്ടിരുന്ന സത്യവിരുദ്ധമായ കാര്യങ്ങളുടെയും അവന്റെ സൂക്തങ്ങളുടെ നേരെ അഹന്ത കൈക്കൊണ്ടതിന്റെയും ഫലമായി ഇന്ന് നിങ്ങൾക്ക് നീചമായ ശിക്ഷ നൽകപ്പെടുകയാണ് എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥ നിനക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ
وَلَقَدْ جِئْتُمُونَا فُرَادَى كَمَا خَلَقْنَاكُمْ أَوَّلَ مَرَّةٍ وَتَرَكْتُمْ مَا خَوَّلْنَاكُمْ وَرَاءَ ظُهُورِكُمْ وَمَا نَرَى مَعَكُمْ شُفَعَاءَكُمُ الَّذِينَ زَعَمْتُمْ أَنَّهُمْ فِيكُمْ شُرَكَاءُ لَقَدْ تَقَطَّعَ بَيْنَكُمْ وَضَلَّ عَنكُمْ مَا كُنْتُمْ تَزْعُمُونَ. അല്ലാഹു അരുൾ ചെയ്യും, ഇന്ന് നിങ്ങൾ നമ്മുടെ മുമ്പിൽ ഒറ്റപ്പെട്ടവരായി തന്നെ ഹാജരായിരിക്കുന്നു. ആദ്യവട്ടം നാം നിങ്ങളെ ഒറ്റയായി സൃഷ്ടിച്ചതുപോലെ ഭൂമിയിൽ നാം നൽകിയിട്ടുണ്ടായിരുന്നതൊക്കെയും നിങ്ങൾ പുറകിലുപേക്ഷിച്ചിട്ടു പോന്നു. നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിൽ പങ്കുള്ളവരെന്ന് ജൽപ്പിച്ചുകൊണ്ടിരുന്ന ശുപാർശകരെയൊന്നും ഇപ്പോൾ നാം നിങ്ങളോടൊപ്പം കാണുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള സകല ബന്ധങ്ങളും അറ്റുപോയിരിക്കുന്നു. നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരുന്നവരൊക്കെയും നിങ്ങളിൽ നിന്ന് വഴിമാറിപ്പോവുകയും ചെയ്തിരിക്കുന്നു. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ് ദാലികുമുല്ലാഹ് ഫഅന്നാ തുഅഫകൂൻ. അല്ലാഹു ധാന്യങ്ങളെയും കുരുക്കളെയും പിളർക്കുന്നവനാകുന്നു. നിർജീവമായതിൽ നിന്ന് സജീവമായതിനെ ഉൽപ്പാദിപ്പിക്കുന്നത് അവൻ തന്നെ. അവൻ തന്നെയാണ് സജീവമായതിൽ നിന്ന് നിർജീവമായതിനെ ഉൽപ്പാദിപ്പിക്കുന്നതും. ഇതൊക്കെയും ചെയ്യുന്നവനാകുന്നു അല്ലാഹു. ഇനിയും നിങ്ങൾ എങ്ങോട്ടാണ് വ്യതിചലിച്ചു പോകുന്നത്? മണ്ണിനടിയിൽ കിടക്കുന്ന വിത്തുകൾ പിളർന്ന് മുളയും കൂമ്പും പുറത്തുകൊണ്ടുവരുന്നത് അല്ലാഹുവാണ് എന്നാണ് അല്ലാഹു ധാന്യങ്ങളെയും കുരുക്കളെയും പിളർക്കുന്നവനാകുന്നു എന്ന വാക്യത്തിന്റെ സാരം. നിർജീവമായതിൽ നിന്ന് സജീവമായതിനെ ഉൽപ്പാദിപ്പിക്കുക എന്നാൽ ജീവനില്ലാത്ത ധാതുവിൽ നിന്ന് ജീവനുള്ള വസ്തുക്കളെ പുറത്തുകൊണ്ടുവരിക എന്നാണ് അർത്ഥം. സജീവമായതിൽ നിന്ന് നിർജീവമായതിനെയും പുറത്തുകൊണ്ടുവരിക എന്നാൽ ജീവനുള്ള ജഡങ്ങളിൽ നിന്ന് ജീവനില്ലാത്ത പദാർത്ഥങ്ങളെ പുറത്തുകൊണ്ടുവരിക എന്നർത്ഥം. فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم. രാവിന്റെ മൂടുപടം വലിച്ചു കീറി പ്രഭാതത്തെ വെളിപ്പെടുത്തുന്നതും അവനാകുന്നു. രാവിനെ വിശ്രമവേളയാക്കിയതും സൂര്യചന്ദ്രന്മാരുടെ ഉദയാസ്തമയങ്ങൾ സമയഗണനകളായി നിശ്ചയിച്ചതും അവൻ തന്നെ. ഇതെല്ലാം അതേ അജയ്യനും അഭിജ്ഞനുമായവന്റെ സംവിധാനങ്ങളത്രേ. وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون. നക്ഷത്രങ്ങളെ മരുഭൂമിയിലെയും സമുദ്രത്തിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് വഴികാട്ടികളാക്കി വെച്ചതും അവനാകുന്നു. അറിവുള്ള ജനങ്ങൾക്കായി നാം അടയാളങ്ങൾ വിവരിച്ചു തരുന്നത് നോക്കുക. ദൈവമേകനാണ്. ദൈവത്വത്തിന്റെ ഗുണങ്ങൾ മറ്റാർക്കുമില്ല. ദൈവികമായ അധികാരാവകാശങ്ങളിൽ മറ്റാർക്കും പങ്കില്ല. മറ്റാർക്കും അതിനർഹതയുമില്ല എന്നീ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളങ്ങളെയാണ് ആയത്ത് അഥവാ ദൃഷ്ടാന്തം കൊണ്ടുദ്ദേശിക്കുന്നത്. എന്നാൽ ഈ അടയാളങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അജ്ഞാനികൾക്കും അശാസ്ത്രീയ മാർഗേണ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ദർശിക്കുന്നവർക്കും കഴിയുന്നതല്ല. യഥാർത്ഥ ദാർശനികന്മാർക്കും നിരീക്ഷകന്മാർക്കും മാത്രമേ അവയിലൂടെ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരാനാകൂ. وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون. ഒരൊറ്റ ജീവനിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചതും അവനാകുന്നു. എന്നിട്ട് ഓരോരുത്തർക്കും ഒരു വാസസ്ഥാനവും സൂക്ഷിക്കപ്പെടുന്ന സ്ഥാനവുമുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങൾ നാം വിവരിച്ചിട്ടുള്ളത്
ചിന്തിച്ചു ഗ്രഹിക്കുന്ന ജനത്തിനു വേണ്ടിയത്രേ. ഒരേ ജീവനിൽ നിന്നാണ് മനുഷ്യവർഗത്തിന്റെ ഉൽപ്പത്തി എന്നാണ് ഒരൊറ്റ ജീവനിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിനർത്ഥം. മനുഷ്യവംശത്തിന്റെ സൃഷ്ടിയെയും അവരെ സ്ത്രീ പുരുഷന്മാരായി വേർതിരിച്ചതിനെയും അവരുടെ വംശവർദ്ധനയെയും മനുഷ്യശിശു ബീജത്തിലും ഗർഭാശയത്തിലും സ്ഥിതി ചെയ്യുന്ന ഘട്ടം മുതൽ ലോകത്തേക്ക് വരുന്നതുവരെയുള്ള വ്യത്യസ്ത അവസ്ഥാവിശേഷങ്ങളെയും പറ്റി ചിന്തിക്കുക. എങ്കിൽ മുകളിൽ പ്രസ്താവിച്ച യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരാൻ ഉതകുന്ന ധാരാളം സുവ്യക്ത ദൃഷ്ടാന്തങ്ങൾ കണ്ടുകിട്ടും. പക്ഷേ അതിന് ശരിയായ ബോധവും ചിന്താശക്തിയും ഗ്രഹണശേഷിയും ആവശ്യമാണ്. ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നത് ചിന്തിച്ച് ഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്നു പറഞ്ഞതിന്റെ ധ്വനി ഇതാണ്. വെറും ഇച്ഛാപൂർത്തീകരണത്തിനുള്ള പോംവഴികൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന മൃഗതുല്യരായ മനുഷ്യരുണ്ടല്ലോ, അവർക്ക് പ്രസ്തുത ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് യഥാർത്ഥ ദർശനം കിട്ടുകയില്ല. وَهَذَا كِتَابٌ أَنزَلْنَاهُ مُبَارَكٌ مُصَدِّقُ الَّذِي بَيْنَ يَدَيْهِ